ഹായ് ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ 90s vs 2K. അപ്പോൾ 2K ആയിട്ട് ഞാനിവിടെ ഉണ്ട്, 90s കിഡായിട്ട് നമ്മുടെ സൂരജേട്ടൻ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം എന്ന്. എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണ് എന്നോട് ചോദിക്കാനുള്ളത്? ചോദിക്കട്ടെ. ഭക്ഷണം കഴിച്ചില്ലേ? ആ, ഭക്ഷണമൊക്കെ കഴിച്ചു. തമിഴ് സിനിമ കാണാറുണ്ടോ? തമിഴ് സിനിമ കുഴപ്പമില്ലാണ്ട് കാണാറുണ്ട്. ഇന്നലെ കുറെ തമിഴ് സിനിമകളെ വിജയനെയും സൂര്യനെയൊക്കെ കുറിച്ചൊക്കെ കുറെ സിനിമകളെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? ആരെ വിജയാണോ സൂര്യയാണോ ഫേവറേറ്റ് ആക്ടർ? വിജയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിജയുടെ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചു തുടങ്ങാം. വിജയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? എനിക്ക് തലൈവ ഭയങ്കര ഇഷ്ടമാണ് വിജയുടെ. കുറച്ച് ഒരു 10 കൊല്ലം മുമ്പ് ഇറങ്ങിയത്. വിജയുടെ അവസാനം കണ്ടത് ഏതാ? അവസാനം കണ്ടത് നമ്മുടെ ഗോട്ട്. വിജയുടെ ആദ്യത്തെ സിനിമ ഏതാണെന്നറിയോ? പോട്ടെ, വിജയ് സ്റ്റാർ ആയ സിനിമ ഏതാണെന്നറിയോ? ശരിക്കും 2-3 പടങ്ങളുണ്ട് ശരിക്കും വിജയ് ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് എത്തിയത്. പക്ഷെ വിജയ് ഒരു മലയാളത്തിൽ ഇറങ്ങിയ ഒരു ഹിറ്റ് സിനിമയുടെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. 1-2 ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നറിയോ? കൊറേ വർഷം മുമ്പാണോ? നമ്മളൊക്കെ റീസെന്റ് കിഡല്ലേ. അതായത് ശരിക്കും പറഞ്ഞാൽ വിജയ് ഹീറോ ആയിട്ട് വന്നു, കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ട് ഹീറോ എന്ന രീതിയിൽ, ഒരു ആക്ടർ എന്ന രീതിയിൽ വിജയ്ക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു സിനിമയുണ്ട്. വിജയ് ഒരു ആക്ടർ എന്ന രീതിയിൽ വിജയിനെ എല്ലാവരും അംഗീകരിച്ച് വിജയ്ക്ക് തമിഴ്നാട് ഗവൺമെന്റിന്റെ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയൊരു സിനിമയുണ്ട്. അത് ഒരു മലയാളം സിനിമയുടെ റീമേക്ക്. അറിയോ? അറിയില്ല. നമ്മുടെ അനീതി പ്രാവിന്റെ റീമേക്കാണ്. കാതലിക്ക് മര്യാദ കേട്ടിട്ടുണ്ട്? അനീതി പ്രാവിന്റെ റീമേക്കിൽ ഞാൻ വിജയനെ കണ്ടിട്ടുണ്ട്. പക്ഷെ സിനിമ പേര് അറിയുമ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഓർമ്മയില്ല. അത് നമ്മുടെ ഫാസിൽ തന്നെയാണ് ഡയറക്ട് ചെയ്തത്. അതിലാണ് വിജയ് ആദ്യമായിട്ട് വിജയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അതായത് ആ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ സിനിമയിലെ വിജയ് അതുവരെ ആ സിനിമയ്ക്ക് വിജയ് 18 ലക്ഷം രൂപയായിരുന്നു വിജയുടെ റെമ്യൂണറേഷൻ. ഈ ഒരു സിനിമയോട് കൂടിയാണ് വിജയ് ഒരു സ്റ്റാർഡം, അതായത് ഒരു 1 കോടി റെമ്യൂണറേഷൻ ഒക്കെ മേടിക്കുന്ന ലെവലിലേക്ക് എത്തിയത്. പിന്നെ വിജയ് കയറി പോയി. സൂര്യ ശരിക്കും ഇതേപോലെ തന്നെ ഒരു ആക്ടർ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ സിനിമ എന്ന് പറയും. വിജയുടെ കൂടെ സൂര്യ തുടക്കകാലത്ത് കുറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ ഒരു മലയാളം പടത്തിന്റെ, ഇവിടെ ഓടിയ ഒരു ഹിറ്റ് മലയാളം പടത്തിന്റെ റീമേക്കിലാണ് സൂര്യ ഒരു ആക്ടർ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത്. പിന്നെ ഒരു സ്റ്റാർ ആവാൻ പിന്നെ സമയമെടുത്തു. പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയത് ഒരു മലയാളം പടത്തിന്റെ റീമേക്ക്. അതേതാ സിനിമ എന്നറിയോ? ഞാൻ സൂര്യയുടെ ഒക്കെ പടം നമുക്ക് ഈ വാരണമായിരം അല്ലെങ്കിൽ കാക്ക അതൊക്കെയാണ് എനിക്ക് സൂര്യയുടെ പടം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതിന് മുമ്പ് കാക്കയ്ക്ക് മുമ്പ് ഉള്ള സിനിമകളുണ്ട് സൂര്യയുടെ. കാക്കയ്ക്ക് മുമ്പ് ഒരു 8-9 സിനിമ സൂര്യ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് പടം, മലയാളത്തിലെ ഫ്രണ്ട്സ് പടത്തിന്റെ റീമേക്ക് വിജയ് ചെയ്തിട്ടുണ്ട്. അത് അറിയുന്നുണ്ടോ? വിജയും സൂര്യയും കൂടി ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ നമ്മുടെ അനീതി പ്രാവിന്റെ മലയാളം അനീതി പ്രാവിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ സ്വർഗജിത്ത് അറപ്പച്ചൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ. അദ്ദേഹം അനീതി പ്രാവിന്റെ റീമേക്ക് കാതലിക്ക് മര്യാദ ചെയ്യുന്ന സമയത്ത് വിജയോട് പറഞ്ഞിരുന്നു, നിങ്ങൾ നാളെ ഒരു വലിയൊരു സ്റ്റാറാവും, എനിക്കൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ വിജയ് അന്ന് കൊടുത്ത ഓഫറാണ് ഈ ഫ്രണ്ട്സിന്റെ റീമേക്ക്. അതിൽ ജയറാമിന്റെ റോള് വിജയാണ്. അപ്പോഴേക്കും വിജയ് 3 കോടി മേടിക്കുന്ന റെമ്യൂണറേഷൻ മേടിക്കുന്ന സമയം ഞാൻ പറഞ്ഞ 2001 ആണ്. 2001 അന്ന് വിജയ് 3 കോടി റെമ്യൂണറേഷൻ മേടിക്കുന്ന ലെവലെത്തി. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി വിജയ് 2 കോടിയാണ് മേടിച്ചത്. ഈ പ്രൊഡ്യൂസറോടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് 2 കോടിക്ക് വിജയ് ആ സിനിമ ചെയ്തു. അതിൽ മുകേഷ് ചെയ്ത റോള് ഫ്രണ്ടായിട്ട് സൂര്യ വന്നു. അതിനു മുമ്പ് സൂര്യ ഒരു 4-5 സിനിമകൾ ചെയ്തു. സൂര്യയുടെ ആദ്യത്തെ സിനിമ വിജയുടെ കൂടെ, അത് കണ്ടിട്ടുണ്ടാവും? ഇല്ല, നേർക്കുനേർന്നാണ് ആ സിനിമയുടെ പേര്. കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? കുഴപ്പമില്ല, ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം. സിനിമയെ ബന്ധപ്പെട്ട് നമ്മള് ജോലിയൊക്കെ ചെയ്യുമ്പോ നാളെ സൂര്യ കാണുമ്പോ ഇതൊക്കെ പറയാലോ. ഇതിനെ കുറിച്ചൊക്കെ നേർക്കുനേർന്നാണ് ആ സിനിമയുടെ പേര്. മണിരത്നമാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അതില് വിജയനെയും അജിത്തിനെയും വെച്ച് പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു. പക്ഷെ അജിത്തിന്റെ ഡേറ്റ് എന്തോ ക്ലാഷ് വന്നിട്ട് ആ റോള് ആണ് സൂര്യ ചെയ്തത്. അതിലാണ് സൂര്യ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ സൂര്യ കുറച്ച് സിനിമകൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സൂര്യക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ അന്ന് പല മീഡിയാസ് പറഞ്ഞിട്ട്, ക്രിറ്റിക്സ് ഒക്കെ പറഞ്ഞ് സൂര്യയുടെ അച്ഛന് ഭയങ്കര ഒരു വിഷമമായി. അപ്പൊ സൂര്യയുടെ അച്ഛൻ പഴയ സ്റ്റാറാണ്. അപ്പൊ അച്ഛൻ കഴിഞ്ഞ് സൂര്യയോട് അഭിനയിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനം എടുത്ത് സൂര്യ വല്ല ഹയർ സ്റ്റഡീസ് ഒക്കെ പഠിച്ചിട്ട് പുറത്തൊക്കെ പോകാൻ നിന്നിരുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ സിദ്ദിഖ് സാറ് ഫ്രണ്ട്സ് റീമേക്ക് ചെയ്യുമ്പോൾ
വിജയും സൂര്യയും ഒരുമിച്ച് പഠിച്ചത്. അത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ? അവർ ഫ്രണ്ട്സ് ആണ്, റിയൽ ലൈഫിൽ ഫ്രണ്ട്സ് ആണ്. അവർ ഒരുമിച്ച് കോളേജ് മേറ്റ്സ് ആണ്. അങ്ങനെയാണ് സൂര്യനെ ആ സിനിമയിൽ ഫ്രണ്ടായിട്ട് കാസ്റ്റ്. ആ സിനിമയോട് കൂടിയാണ് സൂര്യ ഇവനെ അഭിനയിക്കാൻ അറിയാമെന്ന് അന്നത്തെ മീഡിയാസ് ഒക്കെ പറഞ്ഞ് അത് സൂര്യ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയത്, ഒരു ആക്ടർ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. പക്ഷെ ഇപ്പൊ വിജയ് സൂര്യക്ക് ഒരുമിച്ച് അഭിനയിക്കാന്ന് പറയുമ്പോ തന്നെ അതൊരു നമുക്ക് സ്വപ്നം കാണുന്ന പോലത്തെ ഒരു ഫിലിം. പക്ഷെ അത് സംഭവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ. അല്ല, അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഫാൻസിനെ തൃപ്തിപ്പെടുത്തണം. ഒരാൾക്ക് ഇപ്പൊ നമ്മുടെ 2020 സിനിമയൊക്കെ പോലെ 2020 ഒക്കെ സംഭവിക്കാൻ എത്ര ബുദ്ധിമുട്ടായിരുന്നു. ഈക്വലി ലാലേട്ടനും മമ്മൂക്കേനൊക്കെ ഈക്വലി അവർക്കൊരു റോള് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് വിജയ് സൂര്യ. ഇപ്പൊ സൂര്യയുടെ തുടക്കാലത്തല്ലേ സൂര്യ വിക്രമിന്റെ കൂടെ പിതാമഹൻ ചെയ്തത്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു പൊടിക്ക് വിക്രമാണ് ഒരു പൊടിക്ക് കേറി നിൽക്കുന്നത്, ഹീറോ ആയിട്ട് നിൽക്കുന്നത്. അതിൽ ശരിക്കും പറഞ്ഞ വിക്രം ഹീറോ, സൂര്യ ഒരു സപ്പോർട്ടിങ് റോൾ. അപ്പൊ പറഞ്ഞ ഫ്രണ്ട്സ് സിനിമ അത് കണ്ടിട്ടുണ്ടോ? ഫ്രണ്ട്സിന്റെ തമിഴ് കണ്ടിട്ടുണ്ടോ? ഞാൻ ചെറിയ പാർട്സ് ആയിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഫുൾ മൂവി ഞാൻ മലയാളം കണ്ടേക്കുന്നത്. ആ സിനിമയ്ക്ക് സൂര്യക്ക് എത്ര രൂപയാണ് റെമ്യൂണറേഷൻ കിട്ടിയെന്ന് അറിയോ? വിജയ്ക്ക് 2 കോടി കിട്ടി. സൂര്യക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? വിജയ്ക്ക് അറിയില്ല, എന്തായാലും അത്യാവശ്യം കിട്ടിയിട്ടുണ്ടാവില്ല. 5 ലക്ഷം രൂപയാണ് കിട്ടിയത്. ഓ, അത്രയും ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത്ര ഡിഫറൻസ് ഉണ്ട്. കാരണം സൂര്യ അന്ന് തുടങ്ങി ഫീൽഡ് ഔട്ടിന്റെ വക്കിലെത്തി നിൽക്കുന്നതാണ്. ആ 5 ലക്ഷത്തിനാണ് പിന്നീട് സൂര്യ കേറി ഒരു കോടികളുടെ ലെവൽ എത്തിയത്. ഒരു സ്റ്റാർഡം ഒരു ആക്ടർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്നല്ലേ, കഷ്ടപ്പെട്ടിട്ട് തന്നെ വന്നത്. കാരണം വിജയുടെ ആയാലും സൂര്യയുടെ ആയാലും രണ്ടുപേരുടെയും അച്ഛന്മാർ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. വിജയുടെ അച്ഛൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡയറക്ടറാണ്, സൂര്യയുടെ അച്ഛൻ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ നിന്നിരുന്ന ഒരു ഹീറോയാണ്. പക്ഷെ ഇവർ രണ്ടുപേരും കഷ്ടപ്പെട്ടിട്ട് തന്നെ വന്നിട്ടുള്ളത്. ഇപ്പൊ നെപ്പോട്ടിസം എന്ന് പറയും. പക്ഷെ നെപ്പോട്ടിസം ഉണ്ടെങ്കിൽ എത്ര പടങ്ങൾ കിട്ടും. അതുകൊണ്ട് കാര്യമില്ലല്ലോ, കഴിവും വേണമല്ലോ അല്ലേ.